അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് 16-ാമത്തെ ക്ലാസ്സാണ്. 1 മുതൽ എല്ലാ ക്ലാസ്സുകളും ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുകയാണ്. ഖുർആൻ ഓതിത്തരുന്ന ആളുകൾ ശരിക്ക് അക്ഷരങ്ങൾ തെറ്റാതെ വ്യക്തമായി ക്ലിയറായി പറഞ്ഞു തന്ന നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓതണം എന്ന് അറിയിക്കുന്നു. ഇനി ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ 9455080857 വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. ഈ സൂറത്ത് തീനാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൻ്റെ അവസാനം നമുക്ക് തജ്വീദിൻ്റെ നിയമങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട്, നമ്മൾ പറഞ്ഞു വച്ചതിൻ്റെ ബാക്കി. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ഓതിയിട്ട് അതൊന്ന് നമുക്ക് ക്ലിയറാക്കാം. എല്ലാവരും ഓതിക്കോളൂ, ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈത്തൂൻ. വത്തീനി, വത്തീ എന്ന് പറയരുത്, തോ അല്ല താ എന്നാണ്. വത്തീനി വസ്സൈത്തൂൻ. വതൂരി സീനീൻ. ഇവിടെ വത്തൂരി എന്നാകാൻ സാധ്യതയുണ്ട്. വത്തൂരി, വതൂരി സീനീൻ. വ തൂ എന്ന തൂ. വതൂരി സീനീൻ. വഹാദൽ ബലദിൽ അമീൻ. ഇവിടെ വഹാദ പുള്ളിയുള്ള അതാണ്. വഹാദ എന്ന് പറയരുത്. വഹാദൽ ബലദിൽ അമീൻ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലഖദ് ഖലഖ്നൽ ഇൻസാന. ഹീ എന്ന് പറയരുത്, ഹിൻസാന എന്ന് പറയരുത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തഖ്വീം ഫീ അഹ്സനി തഖ്വീം. വത്തീനി വസ്സൈത്തൂൻ. വതൂരി സീനീൻ. വഹാദൽ ബലദിൽ അമീൻ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഇനിയോ സുമ്മ, സദ്ദുള്ള മീമ് നമ്മൾ പഠിച്ചു, മണിക്കണം. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഇവിടെ സു എന്ന് പറയരുത് കേട്ടോ. തു സാസീസു. ثم رددناه أسفل سافلين. ثم رددناه أسفل سافلين. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. നോക്കുക. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. നോക്കൂ. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أجر غير ممنون. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون.
فما يكذبك بعد بالدين فما يكذبك يكذبك بعد بالدين بالدين എന്നല്ല بالدين فما يكذبك بعد بالدين أليس الله بأحكم الحاكمين أليس الله بأحكم الحاكمين നോക്കൂ والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു വച്ച തസ്വീദിൻ്റെ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 നിയമങ്ങളിൽ ഇൽഹാറിനെ പറ്റി നമുക്ക് പഠിക്കാം. എന്താണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ? ഇൽഹാർ എന്ന് പറഞ്ഞാൽ മണിക്കാതെ ഓതുക, വ്യക്തമാക്കിയിട്ട് ഓതുക എന്നതാണ്. ഉള്ളതുപോലെ മണിക്കാനോ കുറുക്കാനോ ഒന്നുമില്ല, ഉള്ളതുപോലെ ഓതുക. എന്താ നമ്മൾ പറഞ്ഞത്? സാക്കിനായ നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂന്, സുക്കൂനുള്ള നൂനിനാണ് എന്ത് പറയുക? സാക്കിനായ നൂന് എന്ന് പറയാം. തെൻവീൻ എന്ന് പറഞ്ഞാലോ ഇതാണ് തെൻവീൻ. തെൻവീൻ ഫതഹ്, തെൻവീൻ കസർ, തെൻവീൻ ലൊമ്മ്. ഇതാണ് സുക്കൂനുള്ള നൂനിനാണ് സാക്കിനായ നൂന്. 2 ഫതഹ് അല്ലേ? തെൻവീൻ ഫതഹ്, തെൻവീൻ കസർ, 2 ലൊമ്മ്. ഇതിൻ്റെ ശേഷം വരുന്ന അക്ഷരങ്ങൾ ഓരോന്നിനും നിയമങ്ങളുണ്ട്. സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം വരുന്ന നിയമങ്ങൾ 5 ഉണ്ട്. ആ 5-ൽ ഏതെങ്കിലും ഒരു നിയമം ഇവിടെ ഉണ്ടാകും. സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം വരുന്ന അക്ഷരങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാകും. ആ നിയമം ഒന്ന് ചിലപ്പം ഇദ്ഹാർ ഐകാരം, അല്ലെങ്കിൽ ഇഖ്ഫാ ഐകാരം, അല്ലെങ്കിൽ ഇഖ്ലാബ് ഐകാരം, അല്ലെങ്കിൽ ഇദ്ഗാമുൻ ബിഉന്ന ഐകാരം, അല്ലെങ്കിൽ ഇദ്ഗാമുൻ ബിലാഗുൻ ഐകാരം. അപ്പോൾ നമുക്ക് ഇദ്ഹാറിനെ പറ്റി പഠിക്കാം. ഇദ്ഹാറിനെ പറ്റി നമുക്ക് പഠിക്കാം കേട്ടോ. എന്താണ് ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ? വ്യക്തമാക്കുക, മണിക്കുക. അല്ല, ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക, മണിക്കാതിരിക്കുക കേട്ടോ. മണിക്കാതിരിക്കുക, ഉള്ളതുപോലെ ഓതുക, അതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ഇൽഹാറിന് 6 അക്ഷരങ്ങളുണ്ട്. 1, 2, 3, 4, 5, 6. ഹംസ്, ഹാ, ഐന്, ഹാ, ഗൈന്, ഖാ. ഈ 6 അക്ഷരങ്ങളാണ് ഇൽഹാറിൻ്റെ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക, അല്ലെങ്കിൽ വ്യക്തമാക്കുക, മണിക്കാതെ ഓതുക. ഇതാണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ. ഇനി ഇൽഹാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഖുർആനിലുള്ള ഇൽഹാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം, അഥവാ ഖുർആനിൻ്റെ നിയമങ്ങൾ. ഈ നിയമങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ ഓതുമ്പോഴാണ് നമ്മുടെ ഓത്തിന് നല്ല ശൈലി കിട്ടുക, നമ്മുടെ നിയമങ്ങളൊക്കെ ക്ലിയർ ആവുക. അപ്പോൾ ഇൽഹാറിനെ നമുക്ക് പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കണം. ഇനി ഉദാഹരണം നോക്കൂ.
ഈ അക്ഷരങ്ങളാണല്ലോ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ. ഇൽഹാറിന് 6 കുട്ടികളുണ്ട്. ഒന്ന് ഹംസ്, ഹാ, ഐന്, ഹ, ഒയിന്, ഹ, അ, ഹ, അ, ഹ, ഓ, ഹ. ഇത് ഇൽഹാറിൻ്റെ മക്കളാന്ന് കണക്കൂട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷമോ തെൻവീനിൻ്റെ ശേഷമോ വന്നാൽ മണിക്കൂല. ഉദാഹരണം അൻ അം ത, ഫാത്തിഹയിൽ പറഞ്ഞല്ലോ അൻ അം ത. ഇവിടെ കണ്ടങ്ങൾ സുക്കൂനുള്ള നൂനാണ് അൻ, സുക്കൂനുള്ള നൂനാണ് അൻ എന്ന് പറഞ്ഞത്. ഈ അൻ എന്നുള്ള സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഏതക്ഷര വന്നത്? ആന വന്നത്. ആ ആന്നാണ് ഇത് കണ്ടോ, ഈ ആ. അപ്പം എന്താണത്? ഇൽഹാറാണ്. ഈ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ആ എന്ന് വന്നു. ആ എന്തിൻ്റെ അക്ഷരാണ്? ഇൽഹാറിൻ്റെ അക്ഷരാണ്. അപ്പം അത് ഇൽഹാറാണ്, മണിക്കൂല. അതേപോലെ മിൻഹും, അതിൻ്റെ താഴെ എഴുതിയിരിക്കണം മിൻഹും. ഈ മിൻഹും എന്ന് എഴുതിയത് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഹൂ എന്നാണ്. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഹൂ എന്നാണ്. ഹൂ എന്തിൻ്റെ അക്ഷരാണ്? ഇൽഹാറിൻ്റെ അക്ഷരാണ്. അപ്പം ഇത് ഇൽഹാറാണ്, അപ്പം മണിക്കൂല. മനസ്സിലായിക്കണല്ലോ. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓതുമ്പട്ടോ. മാത്രമല്ല നിങ്ങൾക്ക് ഓതി തരുമ്പോൾ ഞാനിതിങ്ങനെ ആവർത്തിച്ച് പഠിക്കോളം ബൈഹാർട്ടാകോളം പറഞ്ഞു തരും. പിന്നെ നോക്കിക്കോളിയും വമിൻ ഖൽഫിഹിം. ഉദാഹരണം വമിൻ ഖൽഫിഹിം. ഇവിടെ സുക്കൂനുള്ള നൂന് വമിൻ. ഈ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഏതാ അക്ഷരം? ഖ. ഖ എന്തിൻ്റെ അക്ഷരാണ്? ഇതാ ഇൽഹാറിൻ്റെ അക്ഷരാണ്. അപ്പം ഇതിൻ്റെ നിയമം എന്താണ്? ഇൽഹാറാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ഓതേണ്ടത്? വമിൻ ഖൽഫിഹിം, വമിൻ ഖൽഫിഹിം എന്ന് ഓതൂല. അത് തെറ്റാണ് ഓതിയാൽ. വമിൻ ഖൽഫിഹിം, വമിൻ ഖൽഫിഹിം. എന്തേ? സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഖ വന്നു. ഖ എന്തിൻ്റെ അക്ഷരാണ്? ഇൽഹാറിൻ്റെ അക്ഷരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യൂല? മണിക്കൂല. ഇനി ഒരു ഉദാഹരണം കൂടെ പറയട്ടെ. ഇൻ അൻതും, ഇൻ അൻതും എന്ന. ഇവിടെ ഇൻ എന്നുള്ള സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഏതക്ഷര വന്നത്? ആ. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഏതക്ഷര വന്നത്? ആ. ആ എന്തിൻ്റെ അക്ഷരാണ്? ഇൽഹാറിൽപ്പെട്ട, ഇൽഹാറിൻ്റെ ഒരു കുട്ടിയാണ്, ഇൽഹാറിൻ്റെ ഒരു അക്ഷരാണ്. അപ്പോൾ ഇൽഹാറിൻ്റെ ഒരു അക്ഷരമാണ് സുക്കൂനുള്ള നൂനിന് ശേഷം വന്നത്. അതുകൊണ്ട് ഇത് ഇൽഹാറാണ്. അപ്പോൾ ഇൻ അന്തും എന്നോതുക, ഇൻ അ എന്നോതൂല. അന്തും ഇതിനെ മണിക്കും. ഈ നിയമം എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ പാട് എടുക്കുമ്പോഴാണ്, എല്ലാം പാടെടുക്കുമ്പോഴാണ് ഓത്ത് ക്ലിയർ ആവുക. നമ്മൾ കുറച്ചീച്ചല്ല പഠിക്കണത്. അപ്പം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷമുള്ള അക്ഷരങ്ങൾ ഈ 6ൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണെങ്കിൽ മണിക്കൂല. അത് ഇൽഹാറാണ്. ഇനി തെൻവീന്. തെൻവീൻ നമ്മൾ പഠിച്ചല്ലോ. എന്താണ് തെൻവീൻ? തെൻവീൻ ഇതാണ്. തെൻവീൻ ഫതഹ്, തെൻവീൻ കസർ, തെൻവീൻ ലൊമ്മ്. ഇതാണല്ലോ തെൻവീൻ ഫതഹ്, തെൻവീൻ കസർ, തെൻവീൻ ലൊമ്മ്. ഇനി നോക്കിക്കോളി നിങ്ങൾ. ഉദാഹരണം ഫീ ജന്നത്തിൻ ആലിയ, ഫീ ജന്നത്തിൻ ആലിയ. സദ്ദുള്ള നൂനെ മണിക്കണം. ഈ തിൻ എന്നുള്ളത് തെൻവീനാണല്ലോ, ഈ തിൻ എന്നുള്ളത് അല്ലേ? ഈ തിൻ അതിൻ്റെ ശേഷം വന്ന അക്ഷരം ഏതാണ്? ആ. ആ എന്തിൻ്റെ അക്ഷരാണ്? ഇതാ ഇൽഹാറിൻ്റെ അക്ഷരാണ്. അപ്പോൾ ഇവിടെ ഇത് ഇൽഹാറാണ്. ഇവിടെ ജന്നത്തിൻ ആ എന്ന് മണിക്കൂല. ജന്നത്തിൻ ആലിയ എന്ന ഓതുക. ഇനി കോളി കുഫുവൻ അഹദ്, കുഫുവൻ
അഹദ് എന്നുള്ളിടത്ത് കൂഫു വെൻ വെൻ എന്നുള്ളിടത്ത് തൻവീൻ ഫതഹാണല്ലോ. അതിൻ്റെ ശേഷം എന്താ അക്ഷരം വന്നത്? ആ എന്നാ വന്നത്. അപ്പോൾ ആ എന്തിൻ്റെ അക്ഷരാണ്? ഇൽഹാറിൻ്റെ അക്ഷരാണ്. ഇൽഹാറിൽപ്പെട്ട അക്ഷരാണ്. ഇതാണ് ഇൽഹാർ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കലാണ്, വ്യക്തമാക്കി ഓതലാണ്, മണിക്കാതെ ഓതലാണ്. അപ്പോൾ ഇൽഹാറിൽ തൻവീൻ ഫതഹിന് ശേഷം ഇവിടെ ആ വന്നു. ആ വന്നത് കൊണ്ട് ആ ഇൽഹാറിൻ്റെ അക്ഷരാണ്. ആ ഇൽഹാറിൻ്റെ അക്ഷരമായത് കൊണ്ട് തന്നെ അതിനെ മണിക്കൂല. ഇനി ഇങ്ങനെയൊക്കെ ആന്ന് വരും കേട്ടോ. ഇങ്ങനത്തെ മോഡൽ ആ ഉണ്ട്, ഇങ്ങനത്തെ മോഡൽ ആ ഉണ്ട്, ഇങ്ങനത്തെ മോഡലുള്ള ആ ഉണ്ട്, ഇങ്ങനത്തെ മോഡലുള്ള ആന്നുണ്ട്. ഏത് ആ വന്നാലും തെൻവീൻ്റെ ശേഷം ഇതാ തെൻവീൻ ഫതഹിൻ്റെയോ തെൻവീൻ ലൊമ്മിൻ്റെയോ തെൻവീൻ കെസറിൻ്റെയോ ശേഷം ഈ ആ വന്നാൽ ആ എന്ന് മാത്രമല്ല, ഇൽഹാറിൻ്റെ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ മണിക്കൂല. ഇനി ഇതാ മനസ്സിലായിട്ടില്ല എന്ന് പറയരുത്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓതി തരുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വീണ്ടും ചോദിക്കട്ടോ. എനിക്കറിയേണ്ടത് ഞാൻ പറഞ്ഞു തരും, അറിയാത്തത് ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. മനസ്സിലായല്ലോ? നമ്മളാരും തികഞ്ഞോരില്ല. ഇനി നോക്കിക്കോളി, ഈ 6 അക്ഷരങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഈ 6 അക്ഷരങ്ങളാണല്ലോ ഇൽഹാറിൻ്റെ അക്ഷരം. അ, ഹ, അ, ഹ, ഗ, ഹ. ഈ അക്ഷരങ്ങൾക്കാണ് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ, ഹുറൂഫുൽ ഹൽക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ നോക്കിക്കോളി, കുഫുവൻ അഹദ്. ഇവിടെ കുഫുവൻ അഹദ് നോദൂല. എന്തേ കാരണം? തെൻവീൻ ഫതഹിൻ്റെ ശേഷം ഈ ആ എന്നാ വന്നത് കണ്ടോ. ഈ ആ എന്ന് വന്നു. ആ ഇൽഹാറിൻ്റെ അക്ഷരാണ്, മണിക്കൂല. ജന്നത്തിൻ ആലിയ കണ്ടോ. ഇവിടെ ജന്നത്തിൻ മണിക്കൂല. എന്തേ കാരണം? തെൻവീൻ കെസറിൻ്റെ ശേഷം ഐനാണ് വന്നത്. ഈ ആ എന്തിൻ്റെ അക്ഷരാണ്? ഇൽഹാറിൻ്റെ അക്ഷരാണ്. അപ്പോൾ നിയമം ഇൽഹാറാണ്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ മണിക്കൂല. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി ഓതണം, മണിക്കാതെ ഓതേണ്ടതാണ് ഇൽഹാർ. എങ്ങനെ ഇൽഹാർ മനസ്സിലായത്? തെൻവീൻ കെസറിൻ്റെ ശേഷം ആ വന്നു, ഐന് വന്നു. ഇനി ഇവിടെ നോക്കിക്കോളി, നമ്മൾ പറഞ്ഞല്ലോ എന്ത്? അൻഅംത അൻഅംത. ഇവിടെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ആ വന്നു. ഈ ആ എന്തിൻ്റെ അക്ഷരാണ്? ഇൽഹാറിൻ്റെ അക്ഷരാണ്. ഇൽഹാറിൻ്റെ അക്ഷരമായതുകൊണ്ട് സാക്കിനായ നൂനിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം വന്നതുകൊണ്ട് ഇവിടുത്തെ നിയമം ഇൽഹാറാണ്, മണിക്കാതെയാണ് ഓതേണ്ടത്. ഇനി നോക്കി, മിൻഹും മിൻഹും എന്ന് ഓതൂല. ആവർത്തിച്ച് പറയാൻ കേട്ടോ മനസ്സിലാക്കാൻ. മിൻഹും എന്ന് ഓതൂല. എന്തേ കാരണം? സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഈ ഹാ എന്നാ വന്നത്, ഇവിടെ ഹൂന്ന് വന്നു. അപ്പോൾ മിൻഹും എന്ന് ഓതൂല. അവിടുത്തെ നിയമം എന്താ എന്ന് ചോദിച്ചാൽ ഇൽഹാറാണ്. ഇൽഹാർ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ വ്യക്തമാക്കി മണിക്കാതെ ഓതലാണ്. എങ്ങനെ ഇൽഹാർ എന്ന് മനസ്സിലായത്? സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഹാ വന്നതുകൊണ്ട്. ഇനി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. മിൻ ഖൽഫിഹിം. ഇവിടെ മിൻ ഖൽഫിഹിം എന്ന് ഓതൂല. എന്തേ കാരണം? സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഹാ വന്നു, ദാ ഈ ഹാ. അതുകൊണ്ട് തന്നെ ഇവിടെ മണിക്കൂല. ഇത് ഇൽഹാറാണ്, വ്യക്തമാക്കി മണിക്കാതെയാണ് ഓതേണ്ടത്. ഇനി ഈ അക്ഷരങ്ങളുടെ ശേഷം തെൻവീനിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ എവിടെയും ഖുർആനിൽ മണിക്കൂല. സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം. 94 95 08
0857. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.